ഹായ് ചാനലിലേക്ക് സ്വാഗതം. ബൈബിളിലെ ഏറ്റവും നിഗൂഢതയും മനസ്സിലാക്കാൻ പാടുള്ളതുമായ ഒരു പുസ്തകമാണ് വെളിപാടിന്റെ പുസ്തകം, അല്ലെങ്കിൽ ദ ബുക്ക് ഓഫ് റെവലേഷൻ. ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപാടിന്റെ പുസ്തകം, അതായത് 66-ാമത്തെ പുസ്തകം. 22 അധ്യായങ്ങളും 404 വാക്യങ്ങളുമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. നമുക്ക് ഈ പുസ്തകം യോഹന്നാന്റെ ദർശനം എന്നൊക്കെ ഇതിന് പ്രത്യേക പേരുകളുണ്ട്. ഇനി ലോകത്ത് വരുവാനിരിക്കുന്ന കാര്യങ്ങൾ യേശുക്രിസ്തു യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. അതിൽ ലോകാവസാനവും സാത്താന്റെ പതനവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ എന്തെന്ന് നോക്കാം. ബൈബിളിലെ മറ്റു പുസ്തകവുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതുവെ ഗ്രഹിക്കാൻ വളരെ പാടുള്ളതും അതുപോലെ തന്നെ അനുഗ്രഹം തരുന്നതുമായ ഒരു ഏക പുസ്തകമാണ് വെളിപാടിന്റെ പുസ്തകം. വെളിപാട് 1:3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കും. 2. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് പ്രത്യേക ഒരു സാഹിത്യശാഖയായ അപ്പോകാലിപ്റ്റിക് സാഹിത്യശാഖയിലാണ്. ഈ അപ്പോകാലിപ്റ്റിക് സാഹിത്യം വളരെ സിംബോളിക് ആയ ഒരു സാഹിത്യമാണ്. അതായത് ഈ സാഹിത്യം സിംബൽസിലൂടെയും സൂചനകളിലൂടെയും സംഖ്യകളിലൂടെയും നിറങ്ങളിലൂടെയുമാണ് കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന് വെളിപാട് പുസ്തകം വായിക്കുകയാണെങ്കിൽ മനസ്സിലാകണമെന്നില്ല. 3. 7 എന്ന സംഖ്യ 52 തവണ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നതായി നമുക്ക് കാണാം. 7 കലശങ്ങൾ, 7 വിളക്കുകൾ, 7 സഭകൾ, 7 ആത്മാക്കൾ, 7 മുദ്രകൾ, അങ്ങനെ പോകുന്നു. 666 മൃഗത്തിന്റെ അല്ലെങ്കിൽ സാത്താന്റെ സംഖ്യയായും 7 എന്ന് പറയുന്നത് പൂർണ്ണതയുടെ സംഖ്യയായും വെളിപാടിൽ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും. 4. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്നും ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. 4 പ്രത്യേകതകളാണ് ഞാൻ വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളത്. തുടർന്നുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.